ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എൻ്റെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. കോവയ്ക്ക തോരൻ വയ്ക്കുന്നു. തോരൻ കറി ഉണ്ടാക്കുന്ന ഞാൻ പല പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും ഇന്ന് കോവയ്ക്ക തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് ഓർത്തിട്ടാണേ. കോവയ്ക്ക ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിയണം. തോരൻ വെക്കുമ്പോൾ ഒത്തിരി കട്ടിയില്ലാണ്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ തേങ്ങ മിക്സിയിൽ അരയ്ക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. ഉള്ളിയും ചെറുതായിട്ട് അരിയുക. കരിയാപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ നല്ലപോലെ ഇത് തിരുമ്മി ഇത് മിക്സ് ചെയ്യണം. അല്ലാതെ വേണ്ടി മിക്സിയിൽ അരയ്ക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. ഈ തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഇത് ആവിയിലിരുന്ന് വേകണം. ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിൽ ഒരു 3-4 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ തന്നെ പച്ചക്കറിയല്ലേ പെട്ടെന്ന് വേകും. ഇത് ക്യാബേജ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും പാവയ്ക്കാണെങ്കിലും ഏത് തോരനാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു തൈര് കറി വയ്ക്കാനായിട്ടാണേ. തൈര് ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തൈര് പതിയെ ചെറിയ തീയിലിരുന്ന് ചൂടാകുമ്പോൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് പിരിഞ്ഞു പോകരുത്. അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കണം. ഇതുകൊണ്ട് തൈര് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസിൽ നിന്ന് ഇനി മാറ്റാം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും കേട്ടോ. വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ ആവി വരുന്ന കഴിയുമ്പോഴേക്ക് ഇത് മാറ്റി വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. വറ്റൽമുളക് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂക്കട്ടെ കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരിക്കലും പിരിഞ്ഞു പോകരുത് കേട്ടോ. ശ്രദ്ധിക്കണം. എന്നാന്ന് ചോദിച്ചാൽ ചൂടുള്ളത് കൊണ്ട് ചിലപ്പം തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ആറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിരിഞ്ഞു പോയെന്നാൽ ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മതി. തൈര് ആദ്യം നല്ലപോലെ ഞാൻ കാണിച്ചതുപോലെ തന്നെ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കടുക് വറുത്ത് ചേർക്കുക. നമുക്കിന്ന് നല്ല നാടൻ ചീരയുണ്ട്. ആ ചീര ഒന്ന് തോരൻ വെക്കാം. വറ്റൽമുളകും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചീര അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ചീര അതുപോലെ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചുമന്ന മുളകാണ് ചേർക്കുന്നത്, കരിയാപ്പില ചേർക്കത്തില്ല എന്നൊക്കെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാവയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പാവയ്ക്കയും തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കരിയാപ്പിലയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ പാവയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ തോരനും പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും പാവയ്ക്കൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്ക് ഇത് അധികം കയ്പ്പ് മെഴുക്ക് പുരട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നതുകൊണ്ട് അധികം കയ്പ്പൊന്നും തോന്നിക്കത്തില്ല കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഒത്തിരി നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.